ഹൈ ഫ്രണ്ട്സ്, കമോൺ ആംഗ്ലേഴ്സിന്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോടിപ്പോ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ, നമുക്കധികം നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളോടിപ്പോ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തോ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണോ, ചൈന സാധനമാണോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് ഡയറക്റ്റ് പർച്ചേസ് എടുക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് തരാൻ ഞങ്ങൾക്ക് പറ്റും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ റേറ്റ് കൊണ്ട് നിങ്ങൾ മറ്റു കടകളിൽ ചെന്നാൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഒരു കാരണവശാലും അവരുമായിട്ട് വാശി പിടിക്കരുത്. സോ ഇന്ന് തന്നെ ഒരു കടക്കാരൻ വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ശ്രാവണെ, നിങ്ങളുടെ റേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്, ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു, ചേട്ടാ ആ പ്രൊഡക്റ്റ് ഞങ്ങളുടെ ഈ സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞു. ഞാനിപ്പം പറഞ്ഞു. അപ്പം എന്റെ അടുക്ക പുള്ളി ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ സാധനം ഇല്ലാതാണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല. കാരണം ജോൺ പി ടെക്കേട്ടൻ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും നമുക്കറിയാവുന്ന ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു മെയിൻ ആംഗ്ലറും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. സോ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറീസും നല്ല രീതിയിൽ ആ റോഡ് ആൻഡ് റീൽ കോംബോ, ഞാൻ പറയുന്നത് ഓണത്തിന്റെ ഓഫർ ഇട്ട 1500 രൂപയുടെ കോംബോയെ പറ്റിയാണ്. അത് ഒരുപാട് പേര് മേടിച്ചു. അത് മേടിച്ച ആൾക്കാർ പിന്നെയും മേടിച്ചിട്ടുണ്ട്. ബാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നത്, ദയവ് ചെയ്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ചൂണ്ടക്കടക്കാരുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടെല്ലാം നല്ല ബന്ധത്തിലിരിക്കുന്ന ആളാണ്. എന്റെ കസ്റ്റമേഴ്സിന് എനിക്ക് ഭയങ്കര ജീവനാണ്. ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയും, ഞാൻ ഇവിടെ വരുന്ന ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ഞാൻ കസ്റ്റമേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിനായിട്ടും ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഈ റേറ്റിന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവരും ആ റേറ്റിന് തരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. അല്ലെങ്കിൽ മറ്റുള്ള കടക്കാരുടെ നമ്മളുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് അവരോട്, കണ്ടില്ലേ ഇന്നടത്ത് ഇത്ര റേറ്റ്, അങ്ങനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഒരുപാട് കടക്കാരായിട്ട്, മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി കടക്കാരായിട്ട് നല്ല ബന്ധത്തിലാണ്. സോ അത് നമുക്കിടയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നമ്മളൊരു വാശിയോടോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വാശിയുണ്ട് ഒക്കെ വേണം, പക്ഷെ ഞാനൊരു കുരുട്ടുബുദ്ധിയോടുകൂടി ഒന്നും ചെയ്യാറില്ല. സോ എല്ലാവരും കച്ചവടക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സെയിൽ ഫാസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി. ഞങ്ങൾക്ക് സെയിൽ പെട്ടെന്ന് നടക്കണം. അപ്പം ഞങ്ങൾ സെയിൽ കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ചിലപ്പോൾ ലോ റേറ്റിന് വിടും. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ കുറച്ചിട്ട് നമ്മൾ ഇടുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുക, പ്ലീസ്. അപ്പം മറ്റൊന്നും തോന്നണ്ട, എന്നെ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്താണെന്നും എന്റെ ക്യാരക്ടർ എന്താണെന്നും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. മെയിനായിട്ടുള്ള വേറൊരു പ്രശ്നം ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അടിയിൽ വരുന്ന കമന്റുകൾ കുറെ, ഞാൻ സ്ഥിരമായിട്ട് ഒരു 1, 2 അല്ലെങ്കിൽ 2, 3 അക്കൗണ്ട്സ് ഇങ്ങനെ ബാഡ് കമന്റ്സ് വരുന്നു. യൂട്യൂബിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഞങ്ങൾ അത് നോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഫുൾ ടൈം മോണിറ്റൈസ് ചെയ്യുന്ന ഒരു ടീമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അത് നോട്ട് ചെയ്ത് വന്നപ്പോഴേക്കുമാണ് അതൊരു കടക്കാരന്റെ പേര് ഞാൻ പറഞ്ഞില്ല, മറ്റൊരു കടക്കാരന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇതിട്ടിരുന്നത്. ആ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ ആ പുള്ളിയുടെ വേറൊരു കടക്കാരൻ പറയേണ്ടതാണ് ആ പുള്ളി അങ്ങനെ ചെയ്തത് എന്നും പുള്ളിക്കാരൻ പറയാം. എന്തിനാണ് വെറുതെ? ഞാൻ ഒരാളുടെയും കച്ചവടത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ബിസിനസ് മാത്രം നോക്കി മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോട്ടെ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബിസിനസ് മൈൻഡ് ഉണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്താഗതി വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആംഗ്ലേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. എന്റെ പേരും പറഞ്ഞ് ഞാൻ ഒരാളെയും തമ്മിൽ തല്ലിപ്പിക്കാനോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ആൾക്കാരുടെയും പേര് പറഞ്ഞിട്ട് അങ്ങോട്ട്, നമുക്ക് യൂട്യൂബേഴ്സിനോട് ഒരു ആരാധന തോന്നാം. പക്ഷെ മറ്റു പല കടക്കാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ, നിങ്ങൾ 1 രൂപ പോലും നിങ്ങൾ ഫ്രീ ആയിട്ട് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒരു സാധനം പോലും. നിങ്ങൾക്ക് മെയിനായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാശ് കൊടുത്ത് മേടിക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പൊ ഞാനായാലും മറ്റാരായാലും ശരി, പല ഗ്രൂപ്പുകളിലും കടക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങ് ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ കടക്കാരുടെ ചാരന്മാരായിട്ട്, അതൊന്നും ശരിക്കും പറയാൻ ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ജസ്റ്റ് ഞാൻ ഇത്രയും പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെയൊക്കെ എല്ലാവരും കാണിക്കുന്നല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ കാണിക്കുന്നുള്ളൂ. സോ അവരോടായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ കാശ് കൊടുത്ത് നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കുന്നു. അതിന് നമുക്കിപ്പോ ഞാൻ പറയാം, ഒരു യൂട്യൂബർമാരോട് മെയിനായിട്ടും ചില യൂട്യൂബേഴ്സിനോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. അതുപോലെ കടയോടും കടക്കാരോടും ഒക്കെ തോന്നാം. പക്ഷെ ഇതിന്റെ പേരിൽ കിടന്നിട്ട് പല ഫിഷിംഗ് ഗ്രൂപ്പുകളും കിടന്ന് വഴക്കുണ്ടാക്കുക, ബഹളം, അതൊക്കെ ശരിയായിട്ടുള്ള നടപടിയല്ല.
ഇത് ഓപ്പണായിട്ട് പറയാൻ കാരണം എന്ന് പറയാൻ, എന്നെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, ബാഡ് കമന്റ്സ് പറയേണ്ടവർ കമന്റ്സ് ഇടാം, നോ ഇഷ്യൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. പക്ഷെ പറയാനുള്ള കാര്യം അതാണ്. പിന്നെ എന്നോട് ഇപ്പൊ ചോദിക്കുന്ന പുതിയ പുതിയ ഐറ്റം വീഡിയോസ് വരുന്നുണ്ടല്ലോ ചേട്ടാ, നമ്മുടെ ട്രെയിനിങ് വീഡിയോസ് വരുന്നുണ്ടല്ലോ എന്ന്. നമ്മൾ ചെയ്യുന്ന അതേ പാറ്റേണിൽ മറ്റു പലരും ചെയ്യുമ്പോൾ നമ്മളൊരു വെറൈറ്റി മീൻസ് നമ്മൾ വേറെ കണ്ടന്റിലേക്ക് പോകും. നമ്മൾ ചെയ്യുന്ന ആ കണ്ടന്റ് വേറെ ആൾക്കാർ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അടുത്ത കണ്ടന്റിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കമോൺ ആംഗ്ലേഴ്സ് എപ്പോഴും അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. നിങ്ങളോടൊപ്പം എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും, അതായത് നമ്മുടെ ടീം ഫുള്ളും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു. ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രസ്ഥാനത്തെ, കമോൺ ആംഗ്ലേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇത്രയും വളർത്തിയത് നിങ്ങൾ എല്ലാവരുമാണ്. എന്റെ തുടക്കം മുതലുള്ള കസ്റ്റമേഴ്സ് ഇന്നും എന്റെ കോൺടാക്റ്റിലുണ്ട്. അവരിന്നും നമ്മുടെ തന്നെ സാധനം എടുക്കുന്നു. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം, അതായത് 100% എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യനാണ്, നിങ്ങളെ പോലെ. നമുക്ക് എല്ലാവർക്കും പോരായ്മകൾ കാണും. പക്ഷെ നമുക്ക് ഈ 100%വും ഇപ്പം ഞാൻ പറയാം, 100 പേര് വന്നാൽ ആ 100 പേരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയാം, പലരും പല രീതിയിലുള്ള ആൾക്കാരാണ്. അവര് പല ആൾക്കാർക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല ക്യാരക്ടേഴ്സാണ്. എല്ലാവരും എല്ലാത്തിലും തൃപ്തിപ്പെടത്തില്ല. അപ്പം ഒരു 10% അല്ല 5% ആൾക്കാർക്ക് ചിലപ്പം വിയോജിപ്പുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതെല്ലാം വേണമല്ലോ. ബിസിനസ് ആവുമ്പോൾ നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നേ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു വെരി മച്ച് ബ്രോസ്, താങ്ക് യു വെരി മച്ച്.